നവരാഗമാലിക വർണ്ണത്തിൽ അവസാനത്തതും നാലാമത്തതുമായ ചരണസ്വരം ശ്രീ രാഗത്തിലുള്ളതാണ്. ഈ ശ്രീരാഗത്തിലുള്ള അവസാനത്തെ ചരണസ്വരം 4 താളവട്ടമാണ്. ഈ ശ്രീരാഗം വളരെ ലളിതമായിട്ടും സോഫ്റ്റായിട്ടും വായിക്കാനുള്ള രാഗമാണ്. ഇതിൽ ആരോഹണം സരി മപ നിസ എന്നാണ്. ഷഡ്ജം ചതുശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, കൈശിക്കി നിഷാദം, പിന്നെ താരസ്ഥായി ഷഡ്ജം. സരി മപ നിസ. ആ നീ വായിക്കുമ്പോൾ നീ കഴിഞ്ഞിട്ട് സ ആണ് വായിക്കുന്നത്. അതിന് ആരോഹണ നിഷാദം എന്നാണ് നമ്മൾ പറയുക. ഈ ആരോഹണ നിഷാദം വായിക്കുമ്പോൾ നന്നായിട്ട് തള്ളി വായിക്കണം. അതായത് അതിൻ്റെ അടുത്ത സ്വരമായ ഷഡ്ജം വരെ തള്ളിയിട്ട് വേണം വായിക്കാൻ. പ നീ സ എന്ന് വായിക്കണം. അതേസമയം അവരോഹണം വായിക്കുമ്പോൾ ആ സ്വരം തള്ളാതെ വായിക്കുക. സ നീ പദ നി പ മ രി ഗ രി സ. ഈ റീ എന്നുള്ളത് മാ എന്ന് വരണം. റീ പിന്നെ ഗ രി സ. ആ ഗ സാധാരണ ഗാന്ധാരത്തിനേക്കാളും കുറച്ചിട്ട് വേണം തള്ളാൻ. റീ ഗ രി സ. നമ്മൾ വീണൽ വായിക്കുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ശ്രീരാഗം ആരോഹണം അവരോഹണം. ആരോഹണം സരി മപ നിസ. ആ പാദാന്നി വായിക്കുന്നത് വളരെ സോഫ്റ്റായിട്ടും ലൈറ്റായിട്ടും വായിക്കണം. അങ്ങനെ വായിക്കാൻ പാടില്ല. എന്നാണ് വായിക്കേണ്ടത്. പിന്നെ ഈ മായെന്ന് റീയിലേക്ക് പോവുക. റീ. പിന്നെ ആ ഗ വളരെ സോഫ്റ്റായിട്ട് തള്ളണം. ഒന്നുകൂടി വായിക്കാം. ഇതാണ് ശ്രീരാഗത്തിൻ്റെ ആരോഹണം അവരോഹണം. ഈ രാഗത്തിലാണ് ഈ നവരാഗവർണ്ണത്തിൻ്റെ അവസാനത്തെ ചരണസ്വരം 4 താളവട്ടം. അതും പഞ്ചമത്തിൽ തന്നെയാണ് തുടങ്ങുന്നത്. പ പ മ രി ഗ ഗ രി സ. പ 3 അക്ഷരം, പമാരി 3 അക്ഷരം. പ പമാരി. ഗ 3 അക്ഷരമാണ് സ്വരം. പക്ഷേ ഇത് റീ അക്ഷരത്തിൽ നിർത്തിയിട്ട് തള്ളുക. അത് ശരിക്കും റീഗ എന്ന് കേൾക്കും. ഗ ഗ രി സ.
ഗ എന്നുള്ളത് ശരിക്കും രീ ഗ എന്ന് കേൾക്കും. പിന്നെ ഗ രീ സ. പ പ മ രി ഗ ഗ രി സ. പിന്നെ രണ്ടാമത്തെ കമ്പിയിൽ നീ സ ഗ രി സ. ആ നീ ചതുശ്രീ ദൈവത്വം മെട്ടിൽ നന്നായിട്ട് തള്ളി വായിക്കണം. ദൈവത്വം കേൾക്കാൻ പാടില്ല. മീറ്റും തള്ളും ഒന്നിച്ച് വരണം. നീ സ. പിന്നെ സായെന്ന് ഗ രി. പിന്നെ റീന്ന് സ. സ. നീ സ ഗ രി സ. ഇങ്ങനെയാണ് ശ്രീരാഗം വായിക്കേണ്ട രീതി. ഒന്നുകൂടി വായിക്കാം. ഒന്നുകൂടി. പിന്നെ സ നീ പ നീ. സായിന്ന് നീ, നീന്ന് പ. നീ. അതും 3 നീയാണ്. പക്ഷെ അതിൽ ഒരെണ്ണം പാല് മീട്ടിട്ട് പിന്നെ 2 നീല് തള്ളണം. ആ നീയും ചതുശ്ര ദൈവത്തിലാണ് തള്ളേണ്ടത്. ദൈവത്വം കേൾക്കാൻ പാടില്ല. 2 തള്ളു നിഷാദം മാത്രം കേൾക്കണം. നീ സാ രി മ മ. നീ സ രി മ മ. ഇതാണ് ആദ്യത്തെ താളവട്ടം. പ പ മ രി ഗ ഗ രി സ. നീ സ ഗ രി സ. സ നീ പ നീ. സ രി മ മ. ഒന്നുകൂടി. ഇനി രണ്ടാമത്തെ താളവട്ടം. പ മ രി ഗ രി സ. മായെന്ന് റീയിലേക്ക് വരുമ്പോൾ റീ തള്ളാൻ പാടില്ല. റീ സ്വരം നമ്മൾ തള്ളുന്നേ ഇല്ല ഈ രാഗത്തിൽ. ഗാ വരുമ്പോൾ മാത്രം റീ കുറച്ച് തള്ളുന്നു. അതുകൊണ്ട് പ മ രി അത് വായിക്കുമ്പോൾ റീ തള്ളാൻ പാടില്ല. പിന്നെ ഗരിസ വായിക്കുമ്പോൾ പ മ രി ഗ രി സ. നീ സ രി മ പ. സ രി മ പ നി. ആ നീ മെട്ടിൽ
തള്ളാതെ വായിക്കുക. സ രി മ പ നി, നി സ രി മ പ, സ രി മ പ നി. ഇതാണ് രണ്ടാമത്തെ താളവട്ടത്തിൻ്റെ ലഘു പാർട്ട്. പ മ രി ഗ രി സ, നി സ രി മ പ, സ രി മ പ നി. വായിക്കൂ. പിന്നെ ആ നീന്ന് പ സ നി പ മ, നീന്ന് പ, പായിന്ന് സ. പ സ നി പ മ, രി ഗ രി സ. പ സ നി പ മ രി ഗ രി സ. രി മ പ നി സ. പ സ നി പ മ രി ഗ രി സ, രി മ പ നി സ. ഇതാണ് രണ്ടാമത്തെ താളവട്ടം. പ മ രി ഗ രി സ, നി സ രി മ പ, സ രി മ പ നി, പ സ നി പ മ രി ഗ രി സ, രി മ പ നി സ. ഈ രണ്ട് താളവട്ടം, ഇത് മൊത്തം 4 താളവട്ടമുള്ള സ്വരമാണ്. അതിൻ്റെ ആദ്യത്തെ 2 താളവട്ടമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇത് ഒന്നിച്ച് വായിച്ച് നോക്കാം. പ പ മ രി ഗ ഗ രി സ, നി സ ഗ രി സ, സ നി പ നി, സ രി മ മ, പ മ രി ഗ രി സ, നി സ രി മ പ, സ രി മ പ നി, പ സ നി പ മ രി ഗ രി സ, രി മ പ നി സ. ഇതാണ് 2 താളവട്ടം. വീണല വായിച്ച് നോക്കാം. ഒന്നുകൂടി. അടുത്ത 2 താളവട്ടം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം.